ഫെബ്രുവരി 27-ന് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ്, കർണാടക, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ 15 സീറ്റുകളിൽ 10 എണ്ണത്തിലും വിജയിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞു. ഇതിൽ ഹിമാചൽ പ്രദേശിലും ഉത്തർപ്രദേശിലും യഥാക്രമം എംഎൽഎമാരുടെ ക്രോസ് വോട്ടിംഗ് കാരണം ബിജെപി പാർട്ടി 2 സീറ്റുകൾ നേടി. എന്നാൽ കർണാടകയിൽ ബിജെപി എംഎൽഎ എസ്.ടി. സോമശേഖർ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ ബിജെപിക്ക് സമാനമായ വിധിയാണ് ഉണ്ടായത്. മൊത്തത്തിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ബിജെപിക്ക് വൻ വിജയമാണെന്ന് തെളിയിച്ചു. അത് വ്യാപകമായി പ്രതീക്ഷിച്ചതിലും 2 സീറ്റുകൾ കൂടുതൽ നേടാൻ കഴിഞ്ഞു. രാജ്യസഭയിൽ എൻഡിഎയുടെ അംഗബലം ഇപ്പോൾ 117 ആണ്. ഭൂരിപക്ഷമായ 121-ൽ നിന്ന് 4 മാത്രം കുറവ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പിൻബലത്തിൽ വന്ന ശ്രദ്ധേയമായ ഫലങ്ങൾ ബിജെപി കൂടുതൽ ഉറപ്പിച്ചു. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രതിപക്ഷ എംഎൽഎമാരെ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിർബന്ധിക്കുകയും പ്രതിപക്ഷ ദൗർബല്യങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്തുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് വിജയിക്കാനുള്ള കഴിവ് ബിജെപി വീണ്ടും തെളിയിച്ചു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 370 എന്ന ലക്ഷ്യമാണ് ബിജെപി ലക്ഷ്യമിടുന്നത്. രാജ്യസഭാ ഫലങ്ങൾ പ്രതിപക്ഷത്തെ മുമ്പത്തേക്കാൾ കൂടുതൽ ദുർബലമാക്കി. ഹിമാചൽ പ്രദേശിലും ഉത്തർപ്രദേശിലും ക്രോസ് വോട്ടിങ്ങിലൂടെ കോൺഗ്രസിനും എഎസ്പിക്കും വിള്ളൽ വീണു. 68 അംഗങ്ങളുള്ള ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ 34 എംഎൽഎമാരുമായി കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടായിട്ടും ആഭ്യന്തര വിള്ളലുകൾ മുതലെടുത്ത് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സുഖുവിനെ ഇളക്കി മറിച്ചാണ് ബിജെപി വിജയം നേടിയത്. ഏറ്റവും നിർണായക രാഷ്ട്രീയ സംസ്ഥാനമായ യുപിയിൽ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള എഎസ്പിയെ ബിജെപിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് 7 എംഎൽഎമാരെ തള്ളിക്കളഞ്ഞു. സീറ്റ് വിഭജന ചർച്ചകൾ കാരണം ബിജെപിക്ക് സമയോചിതമായ വെല്ലുവിളി ഉയർത്തുന്നതിൽ എഎസ്പിയും കോൺഗ്രസും യുപിയിലെ പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രതിച്ഛായയെ ഇത് കൂടുതൽ ബാധിക്കും. എന്നാൽ കർണാടകയിൽ മറിച്ചാണ് പ്രകടമായത്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. കർണാടകയിൽ കോൺഗ്രസ് 3 രാജ്യസഭാ സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ ബിജെപിക്ക് ഒരെണ്ണം മാത്രമാണ് നേടാനായത്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ബിജെപിയിൽ നിന്ന് കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തിരുന്നു. ഹിന്ദി ഹൃദയഭൂമി ബിജെപി ഭരണം തുടരുമ്പോൾ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് കാര്യമായ നേട്ടം കൈവരിക്കാനായിട്ടില്ലെന്നാണ് ഫലങ്ങൾ കാണിക്കുന്നത്. മാത്രമല്ല 370 എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ബിജെപിക്ക് ദക്ഷിണേന്ത്യയിലെ അവരുടെ സീറ്റുകളുടെ എണ്ണം മെച്ചപ്പെടുത്തുക വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. യുപി, എച്ച്പി, കർണാടക എന്നിവിടങ്ങളിലെ 15 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ബിജെപി അധിക സ്ഥാനാർത്ഥികളെ നിർത്തിയതിനാൽ തിരഞ്ഞെടുപ്പ് അനിവാര്യമായി. യുപിയിൽ അത് 8ാമത്തെ സ്ഥാനാർത്ഥിയെ നിർത്തി. കർണാടകയിൽ 5ാമത്തെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു. ഹിമാചലിൽ എഎൻസിക്ക് ഉയർന്ന പിന്തുണ ഉണ്ടായിരുന്നിട്ടും ഏക സീറ്റിലേക്ക് മത്സരിക്കാൻ അത് നിർബന്ധിതരായി.